നമ്മളിനി ചെയ്യാൻ പോകുന്നത് ചെയിൻ ഫില്ലിംഗ് ആണ്. അതായത് നമ്മുടെ ചെയിൻ വെച്ചിട്ട് ഞാനൊരു ഫ്ലവറിൻ്റെ പടം വരച്ചിട്ടുണ്ട്. അപ്പം അതൊന്ന് ഫില്ല് ചെയ്യുക. അതായത് നമ്മുടെ ചെയിൻ സ്റ്റിച്ച് വെച്ചിട്ട് ആ ഫ്ലവർ ഫുള്ള് ഫില്ല് ചെയ്യുന്നതാണ്. ഇത് ഒരേ വലിപ്പത്തിലാണ്, നല്ല ഭംഗിയായിരിക്കും കാണാൻ. ആ ഒരു ചെയിൻ വെച്ചിട്ട് ആ ഫ്ലവർ ഫുള്ള് നമ്മൾ പല കളർ, നമ്മുടെ ഇഷ്ടമുള്ള കളർ വെച്ചിട്ട് ഫില്ല് ചെയ്യുന്നതിനെയാണ് ചെയിൻ ഫില്ലിംഗ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇത് ആദ്യം നമ്മൾ വരച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പം വരച്ച് കഴിയുമ്പോഴത്തേക്ക് ആദ്യം ആ ഔട്ട്ലൈൻ വേണം നമ്മൾ ഒന്ന് ഫില്ലാക്കി വരാനായിട്ട്. ഫില്ല് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ അതുപോലെ തന്നെ റൗണ്ടിന് തന്നെ നമ്മൾ ഫില്ല് ചെയ്ത് കൊണ്ടുവരിക. ചെയിൻ സ്റ്റിച്ച് റൗണ്ടിന് ഫില്ല് ചെയ്ത് കൊണ്ടുവന്ന് അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്കത് ലോക്കിട്ട് ആദ്യം ഒരു ലോക്ക് ഇടണം, പിന്നെ ഒരു ലോക്കും കൂടി ഇടണം. എന്നാൽ മാത്രമേ അത് നല്ലൊരു ഭംഗിയിൽ നിൽക്കുകയുള്ളൂ. ഇതാണ് ചെയിൻ ഫില്ലിംഗ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഞാൻ സെറി ത്രെഡ് വെച്ചാണ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഏത് കളർ ത്രെഡ് വെച്ചിട്ടും ഈ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഓരോ പെറ്റൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. സ്റ്റിച്ച് തുടങ്ങുമ്പോഴും നമ്മളൊരു അടിയിൽ കെട്ടിട്ടില്ല തുടങ്ങണം. അതുപോലെ തന്നെ അവസാനിപ്പിക്കുമ്പോഴും നമ്മളൊരു കെട്ടിട്ടുകൊണ്ട് വേണം അവസാനിപ്പിക്കാൻ. അല്ലെന്നുണ്ടെങ്കിൽ അത് അഴിഞ്ഞു പോരും. അതുകൊണ്ട് ചെയിൻ സ്റ്റിച്ച് അറിയാമല്ലോ, ഒന്നഴിഞ്ഞാൽ ഫുള്ളും പോയി. അതുപോലെ തന്നെ ഈ പെറ്റൽ സെയിം നമ്മളത് ചെയ്ത പോലെ തന്നെ ചെയ്തേക്കുന്നതാണ്. ആദ്യം ഔട്ട്ലൈൻ ചെയ്ത് ചെയിൻ ഫില്ലിംഗ് സ്റ്റിച്ച് ചെയ്ത് അതേപോലെ തന്നെ ആ പെറ്റലിൻ്റെ ആ ഒരു ഡിസൈനിൽ തന്നെ ചെയ്തതാണ്. അതിലും സെൻറ്ററിൽ നമ്മൾ കെട്ടിട്ട് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഒറ്റ പെറ്റൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇതാണ് നമ്മുടെ ചെയിൻ ഫില്ലിംഗ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഓക്കെ.